അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഉസ്സല്ലി വഉസല്ലിമു അലൻ നബിയിൽ മബ്ഊസി റഹ്മത്തൻ ലിൽ ആലമീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജ്, ഉംറ എന്നീ കർമ്മങ്ങളെക്കുറിച്ചുള്ള അല്പം വിശദമായ പഠന സെഷനാണ് നമ്മൾ ആരംഭിക്കുന്നത്. സാമ്പത്തിക ശേഷിയുള്ള മിക്ക ആളുകളും ഹജ്ജ് കർമ്മം ചെയ്തവരാണ്. എല്ലാ മുസ്ലിമീങ്ങളുടെയും മനസ്സ് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യണം, ഉംറ ചെയ്യണം എന്ന് തന്നെയാണ്. കഴിവും ശേഷിയും സമ്പത്തുമുണ്ടായിട്ടും പലർക്കും അത് നടക്കാതെ പോകുന്നുണ്ട്. ചിലരെങ്കിലും ഹജ്ജിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അല്പം പ്രായമായി കഴിഞ്ഞോ അല്ലെങ്കിൽ സാമ്പത്തിക ശേഷിയുള്ള മക്കളുടെ നിർബന്ധത്തിന് വഴങ്ങിയോ ഒക്കെയായിരിക്കും. ചിലരെങ്കിലും പഴയ കാലത്ത് ഹജ്ജ് ചെയ്തവരാണ് എങ്കിൽ പേരിൻ്റെ കൂടെ ഹാജി എന്ന് വിളിച്ചില്ല എങ്കിൽ അല്പം മാനസിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളുമുണ്ട്. യുവത്വം മുറ്റി നിൽക്കുന്ന സമയത്ത് ഏതാനും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഹജ്ജ് കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് പോലും പ്രയാസങ്ങളും ക്ഷീണവും തളർച്ചയുമൊക്കെ ഉണ്ടാകുമെങ്കിൽ എല്ലാം കഴിയട്ടെ, എല്ലാം ഒത്തിണങ്ങട്ടെ, എന്നിട്ട് മതി ഹജ്ജ് എന്ന് വിചാരിച്ച് പണമുണ്ടായിട്ടും പിന്നിലേക്ക് നീങ്ങി പോകുന്ന ആളുകൾക്ക് അവസാനം ഹജ്ജ് ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയോ ഞെരുക്കത്തോടുകൂടി ഹജ്ജ് ചെയ്യുന്ന സ്ഥിതിവിശേഷങ്ങളോ ഉണ്ടായിത്തീരും. കുറേ ആളുകൾ ഹജ്ജിനെക്കുറിച്ച്, ഉംറയെക്കുറിച്ച് പലതും അറിയാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെയാണ് പുറപ്പെടുന്നത്. സ്ത്രീകൾ മറ്റു സ്ത്രീകളുടെ കൂടെയോ തനിച്ചോ ഉംറ കർമ്മത്തിനു വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്നത് അധികമായി കാണുന്നു. പലപ്പോഴും ഈ കർമ്മങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ അനുബന്ധമായ കാര്യങ്ങളെക്കുറിച്ചോ അവയുടെ ദീനി നിലപാട് എന്ത് എന്ന് ചോദിക്കുകയോ പഠിക്കുകയോ ചെയ്യാറില്ല. ഹജ്ജിൻ്റെയും ഉംറയുടെയും വാജിബായ കർമ്മങ്ങൾ മറന്നുകൊണ്ടോ മനഃപൂർവമോ നഷ്ടപ്പെടുത്തിയാൽ എന്താണതിൻ്റെ പ്രായശ്ചിത്തം, എന്തൊക്കെയാണ് ഇരു കർമ്മങ്ങളുടെയും അർക്കാനുകൾ, വാജിബാത്തുകൾ, സുന്നത്തുകൾ, നിബന്ധനകൾ, എപ്പോഴാണ് ഹജ്ജും ഉംറയും നിർബന്ധമായി തീരുക, ആർക്കാണ് നിർബന്ധമായി തീരുക എന്നിങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുണ്ട്. ഏതൊരു ആരാധനയാകട്ടെ, ആ ആരാധന ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. നമസ്കരിക്കാൻ അറിയാത്ത ഒരാൾ എങ്ങനെയാണ് നമസ്കരിക്കുക? നമസ്കാരത്തിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകൾ അറിയാത്ത ഒരാൾ നമസ്കാരത്തിൽ എന്താണ് ചൊല്ലുക? ഇതുപോലെ ഹജ്ജിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകണം, മിനായിൽ എന്തു ചെയ്യണം, അറഫയിൽ എത്ര വരെ നിൽക്കണം, തവാഫ് ചെയ്യേണ്ട രൂപം എങ്ങനെയാണ്, സഅയ് ആരംഭിക്കേണ്ടത് സഫയിൽ നിന്നാണോ മർവയിൽ നിന്നാണോ, ഇങ്ങനെ പല കാര്യങ്ങളും അറിയുവാനും പഠിക്കുവാനുമുണ്ട്. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകൾ, ഉംറ ഉദ്ദേശിക്കുന്ന ആളുകൾ, ഇനി ഇതിനൊന്നും പോകാൻ കഴിയാത്ത ആളുകൾക്കും മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ ഇവയുടെ കർമ്മശാസ്ത്ര വിധികൾ അനിവാര്യമായും അറിയണം. ഒരാൾ ഹജ്ജ് ചെയ്താൽ, ഉംറ ചെയ്താൽ അയാളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം, അയാൾക്ക് എന്തെല്ലാം പ്രതിഫലമാണ് ലഭിക്കുക. ഇത്തരം മഹത്വങ്ങളുള്ള ഒരു കർമ്മമാണ് ഹജ്ജെങ്കിൽ, ഉംറയെങ്കിൽ തീർച്ചയായും എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കുവാൻ ഞാൻ കാത്തു നിൽക്കേണ്ടതില്ല. മറിച്ച് ഇതാ എനിക്ക് ഉംറ ചെയ്യുവാനുള്ള ശേഷിയുണ്ട് എന്ന് മനസ്സിലാക്കി ഈ മഹത്വങ്ങൾ അറിഞ്ഞ് ഒരുങ്ങി പുറപ്പെടുവാൻ സാധിക്കും. ഈ വിഷയത്തിലുള്ള തുടർച്ചയായ ക്ലാസ്സുകൾക്ക് പല ഗ്രന്ഥങ്ങളും നമ്മളിവിടെ ആധികാരികമായി അടിസ്ഥാനമായി സ്വീകരിക്കുന്നുവെങ്കിലും കാര്യമായി 2 ഗ്രന്ഥങ്ങളാണ് ഈ ക്ലാസ്സിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുന്നത്. ഒന്ന് മനാസിക്കുൽ ഹജ്ജ് വൽ ഉംറ
ഫിൽ ഇസ്ലാം ഫി ലൗഇൽ കിതാബി വസ്സുന്ന എന്ന് പറയുന്ന ദക്തൂർ സഈദ് ഇബ്ൻ അലി അൽ കഹ്താനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഗ്രന്ഥമാണ് ഒന്ന്. ഏകദേശം 700 ചില്ലാനം പേജുകൾ ഉള്ള ഒരു ഗ്രന്ഥമാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഗ്രന്ഥം ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അശ്ശറഹുൽ മുംതി എന്ന് പറയുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ നിരവധി ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദമായി വിവരിക്കുന്ന കിതാബുണ്ട്, അദ്ധ്യായമുണ്ട്. 300-400 പേജുകൾ അതിലുമുണ്ട്. ഇവ രണ്ടും കാര്യമായി ആശ്രയിച്ചു കൊണ്ടാണ് ഇൻഷാ അല്ലാഹ് ഈ പരമ്പര നമ്മൾ തുടങ്ങുന്നത്. ഇവയല്ലാത്ത മറ്റ് ഗ്രന്ഥങ്ങളും ആവശ്യാനുസരണം നാം എടുക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വലിയ ഒരു പ്രതിഫലാർഹമായ കാര്യമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജ് ഉംറ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള മാനസികമായൊരു താൽപ്പര്യവും ശാരീരികമായൊരു കഴിവും സാമ്പത്തിക ശേഷിയും അല്ലാഹു എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പുണ്യകരമായ ഹജ്ജിനു വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് എത്രയും പെട്ടെന്ന് അല്ലാഹുവിൻ്റെ ഗേഹമാകുന്ന കഅബാലയത്തിങ്കിലേക്ക് എത്തിപ്പെടുവാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഹജ്ജും ഉംറയും അതിൻ്റെ മഹത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അത് ചെയ്താൽ അത് മുഖേന ലഭിക്കുന്ന പ്രതിഫലം നമ്മൾ മനസ്സിലാക്കുമ്പോൾ തീർച്ചയായും ഇവ ചെയ്യുവാനുള്ളൊരു താൽപ്പര്യം ഏവർക്കും ഉണ്ടാകും. ചില ആളുകളെങ്കിലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തങ്ങളുടെ വീടും ജോലിയും സമ്പത്തും ഒക്കെ ഭദ്രമാക്കി, മക്കൾക്ക് വീടുണ്ടാക്കി, പേരക്കുട്ടികൾക്ക് പോലും സാമ്പത്തികമായി അല്പം മിച്ചം വെച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി സമയമുണ്ടെങ്കിൽ, ഇനി പണമുണ്ടെങ്കിൽ ഒന്ന് ഹജ്ജിന് പോയി നോക്കാം എന്ന് ചിന്തിക്കുന്ന ആളുകൾ എത്രയോ നിർഭാഗ്യവാന്മാരാണവർ. കാരണം ഈ ഒരു ഹജ്ജിൻ്റെ ശ്രേഷ്ഠത, മഹത്വം, ഫളാഇൽ അവരറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്ക് എന്നാണോ ഹജ്ജ് നിർബന്ധമായത്, ഉംറ നിർബന്ധമായത്, ആ സമയം ആയ ഉടനെ തന്നെ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുവാൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിളംബരം അതിന് ഉത്തരം കൊടുക്കുവാൻ അവർ ശ്രദ്ധിക്കുമായിരുന്നു, ശ്രമിക്കുമായിരുന്നു. ഹജ്ജിൻ്റെ ദിവസങ്ങൾ കാര്യമായി ഉള്ളത് ദുൽഹജ്ജ് 8 മുതലാണ്. എന്നാൽ ഹജ്ജിൻ്റെ മാസങ്ങൾ എന്ന് പറയുന്നത് ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിവസങ്ങൾ ഇവയാണല്ലോ. ശവ്വാൽ മാസത്തിൽ വേണമെങ്കിൽ ഒരാൾക്ക് ഹജ്ജിൻ്റെ ഇഹ്റാമിൽ പ്രവേശിക്കാം. ദുൽഖഅദ മാസത്തിലും ദുൽഹിജ്ജ മാസത്തിലും തുടക്കത്തിലും ഒരാൾക്ക് ഹജ്ജിന് ഇഹ്റാമിൽ പ്രവേശിക്കാൻ സാധിക്കും. കാര്യമായി ഹജ്ജിൻ്റെ പ്രവർത്തനങ്ങളുള്ളത് ദുൽഹജ്ജ് 8 മുതലാണ്. 8 മിനായിൽ താമസിക്കുന്നു, 9 അറഫയിൽ നിൽക്കുന്നു, 9 രാത്രി മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നു, 10 കല്ലേറും മുടി കളയലും ബലിയെറുക്കലും നടത്തുന്നു. 11, 12, 13 അയ്യാമു തശ്രീഖിൻ്റെ ദിവസങ്ങളാണ്, നോമ്പ് നിഷിദ്ധമായ ദിനങ്ങളാണ്. അയ്യാമു അക്ലിൻ വഷുർബിൻ ആഘോഷത്തിൻ്റെയും തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ്. ആ ദിവസങ്ങൾക്ക് അതീവ പ്രാധാന്യമുണ്ട്. ഈ ദിവസങ്ങളിലാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, ഈ ദിവസങ്ങളുടെ മഹത്വം തന്നെ നമ്മളൊന്ന് എടുത്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്ത് പറഞ്ഞ ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ഇത്, അതീവ ശ്രേഷ്ഠതയുള്ള ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശ്ർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിൽപ്പെട്ടതാണ് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ. ഈ ദിവസങ്ങളിലാണ് ഹജ്ജുള്ളത്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസങ്ങളുടെ ശ്രേഷ്ഠതയും മഹത്വവും കാരണം അവൻ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു.
വൽ ഫജ്ർ വലയാലിൻ അഷ്ർ, ഫജ്ർ തന്നെയാണ്, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അഷ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം. അള്ളാഹു ഒരു വസ്തുവിനെ പിടിച്ച്, ഒരു സ്ഥലത്തെ പിടിച്ച്, സമയത്തെ പിടിച്ച് സത്യം ചെയ്യുമ്പോൾ അതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു ആയത്തിൽ വലയാലിൻ അഷ്ർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്നതിൻ്റെ വിവക്ഷ എന്താണ്? മഹാനായ സ്വഹാബി അബ്ദുല്ലാഹ് ഇബ്ൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്ൻ സുബൈർ റളിയല്ലാഹു അൻഹു, അതേപോലെ താബിഈങ്ങളിൽ പ്രഗത്ഭരായിരുന്ന ഇമാം മുജാഹിദ് ഇബ്ൻ ജബർ, ഇബ്ൻ കസീർ, ഇബ്ൻ ഖയ്യിം തുടങ്ങിയ പിൽക്കാലക്കാരായ പണ്ഡിതന്മാരും അതേപോലെ നിരവധി മുൻഗാമികളായ ഉലമാക്കന്മാരും പറഞ്ഞു വലയാലിൻ അഷ്ർ എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളാകുന്നു. ഇത്രയും ശ്രേഷ്ഠതയുള്ള ദിവസങ്ങളിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ എന്നത് തന്നെ ഈ ഒരു ഇബാദത്തിൻ്റെ മഹത്വം വിളിച്ചോതുകയാണ്. ഇസ്ലാമിൽ ജിഹാദിന് വലിയ പ്രാധാന്യമുണ്ട്. ആ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠതയുള്ള ദിവസമാണ് ദുൽഹജ്ജ് മാസത്തിലെ ദിവസങ്ങൾ എന്ന് പറയുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിൽ അയ്യാം അഷ്ർ. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ അമല് ചെയ്യൽ ആവുന്നു അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്. എന്നിട്ട് ഒരു വിഭാഗം ആളുകളെ മാറ്റി നിർത്തി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് പോയി, അതിനുവേണ്ടി സമ്പത്ത് ചെലവഴിച്ച്, ശരീരം ചെലവഴിച്ച് ശുഹദാക്കളായി തീർന്ന ആളുകളെ മാറ്റി നിർത്തിയാൽ, അവിടെ അമലുകൾ മാറ്റി നിർത്തിയാൽ, പിന്നീട് ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഈ ദിവസങ്ങളിലുള്ള ഇബാദത്തുകളാകുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ അറിയിച്ചിരുന്നത്. അതേപോലെ തന്നെ മാ മിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വല അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അഷ്ർ. ഈ 10 ദിവസങ്ങളിലാണ് അമലുകൾ ചെയ്യൽ മറ്റു ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മഹത്തരമുള്ളത് എന്ന് ചില പ്രത്യേക ഇബാദത്തുകൾ എടുത്തു പറഞ്ഞു. ഫഅക്തിറു ഫീഹിന്ന അത്തഹ്ലീല വത്തക്ബീറ വത്തഹ്ലീൽ. അതുകൊണ്ട് നിങ്ങൾ അൽഹംദുലില്ലാ അധികരിപ്പിക്കുക, അല്ലാഹു അക്ബർ അധികരിപ്പിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നിങ്ങൾ അധികരിപ്പിക്കുക എന്നാണ്. ഇബാദത്തുകൾ കൊണ്ട് നിറഞ്ഞ ദിവസങ്ങൾ. അതുകൊണ്ട് ആ മുൻഗാമികളായ പല പണ്ഡിതന്മാരും എന്താണ് മറ്റു ദിവസങ്ങളിലും പ്രത്യേകമായി ഈ അയ്യാമുൽ അഷ്ർ, ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ 10 ദിവസത്തിനുള്ള മഹത്വം അവരതിൻ്റെ ഹിക്മത്തായി സൂചിപ്പിച്ചത് മറ്റ് 300 ചില്ലാനം ദിവസങ്ങളിൽ നിന്നും ഈ 10 ദിവസങ്ങളെ മാറ്റി നിർത്തുന്നത് എല്ലാ പ്രധാനപ്പെട്ട ആരാധനകളും ഒത്തുകൂടുന്ന ദിവസം. അതിൽ നമസ്കാരമുണ്ട്, മറ്റ് ദിവസങ്ങളിൽ നമസ്കാരമുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ നമസ്കാരങ്ങൾക്ക് പുറമെ അതീവ പ്രാധാന്യമുള്ള പെരുന്നാൾ നമസ്കാരമുണ്ട്, ബലിപെരുന്നാൾ നമസ്കാരമുണ്ട്. ഈ ദിവസത്തിൽ നോമ്പുണ്ട്. ഹാജിമാരല്ലാത്ത ആളുകൾ അറഫ ദിവസത്തിൽ അവർ നോമ്പെടുക്കുന്നു. കഴിഞ്ഞുപോയ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നു. അതേപോലെ തന്നെ ഹജ്ജ് നിർവഹിക്കപ്പെടുന്ന ഈ ദിനങ്ങളിൽ മാത്രമാണ്. റമദാൻ മാസത്തിലോ മറ്റു മാസങ്ങളിലോ ഒന്നും ഹജ്ജ് ചെയ്യുവാൻ സാധിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടി ബലിയറുക്കുന്നതും ഹാജിമാർ ഹദീ നടത്തുന്നതും അവരുടെ ഹജ്ജിലും ഉംറയിലും അവരുടെ ഹജ്ജിൽ വന്ന വല്ല പാകപ്പിഴവുകളുണ്ടെങ്കിൽ അതിന് ഫിദിയ നടത്തുന്നതും ഒക്കെ ഈ ദിവസങ്ങളിലാണ്. ഉമ്മഹാത്തുൽ ഇബാദാത്ത്, ആരാധനകളുടെ പ്രധാനപ്പെട്ട എല്ലാം ഒത്തുചേരുന്നത് ഈ ദിവസങ്ങളിലായതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇബാദത്തുകൾക്കും ഈ പറയുന്ന ദിവസങ്ങൾക്കുമൊക്കെ മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ 10 ദിവസങ്ങളിൽപ്പെട്ട 2 ദിവസങ്ങളെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അത് ഇന്ന അഅ്ലമൽ അയ്യാമി ഇൻദല്ലാഹ് യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസങ്ങൾ ഒന്ന് യൗമുൻ നഹർ, ബലിയറുക്കുന്ന ദുൽഹജ്ജ് 10-നാണ്. സുമ്മ യൗമുൽ ഖർ, പിന്നീട് ഹാജിമാർ മിനായിൽ താമസിക്കുന്ന ദുൽഹജ്ജ് മാസത്തിലെ മിനായിലുള്ള 11, 12, 13 ദിവസങ്ങളിലാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയിക്കുകയുണ്ടായി. അപ്പോൾ സഹോദരങ്ങളെ, ഹജ്ജ് എന്ന് പറയുന്ന അർക്കാനുൽ ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽപ്പെട്ട 5-ാമത്തെ നെടുംതൂണാകുന്ന ഹജ്ജ് കർമ്മം, അതിൻ്റെ അനുബന്ധമാകുന്ന ഉംറ മറ്റ് ദിവസങ്ങളിലൊക്കെ നിർവഹിക്കാമെങ്കിലും ഹജ്ജ് ഈ പറയുന്ന അള്ളാഹ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത, ശ്രേഷ്ഠപ്പെടുത്തിയ, അവൻ സത്യം ചെയ്ത് പറഞ്ഞ ഈ ദിവസങ്ങളിലുള്ള അമൽ ചെയ്യലാണ് ഏറ്റവും പ്രിയങ്കരമാണെന്ന് പറഞ്ഞ ഈ ദിവസങ്ങളിലാകുന്നു എന്നത് തന്നെയും ഹജ്ജിൻ്റെ പ്രാധാന്യം, മഹത്വം, ഫളാഇൽ, ശ്രേഷ്ഠത അറിയിക്കുവാനാണ്. അതുകൊണ്ട് ഈ മഹത്വങ്ങൾ മുന്നിൽ കണ്ട് വളരെ നേരത്തെ തന്നെ ഹജ്ജ് ചെയ്യുവാനും അതിനോടനുബന്ധിച്ച് ഉംറ ചെയ്യുവാനും നാം ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാട്ടെ. ഹാദാ വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.